ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലവ്ലി സ്മൈലി. എല്ലാവർക്കും ലവ്ലി സ്മൈലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി പക്കാവടയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള പക്കാവടയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ടിപ്സൊക്കെ പറയുന്നുണ്ട്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് ചക്കക്കുരുവാണ് കേട്ടോ. നമുക്ക് എത്ര പക്കാവട വേണം അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 40 ചക്കക്കുരുവോളം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് വേണ്ടുന്നത്. അതിൻ്റെ ബ്രൗൺ നിറത്തിലുള്ള തൊലി കളയണം എന്നൊന്നുമില്ല കേട്ടോ, ഞാൻ കളഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ ഒരുപാട് പോഷകാംശങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കളഞ്ഞാൽ മതി, ഞാൻ കളഞ്ഞെന്ന് മാത്രം. ഇനി ഇതുപോലെ നടുകിൽ കീറി ഇടുക, ഒരു വെള്ളത്തിലേക്ക് ഇടുക കേട്ടോ. നല്ല വൃത്തിയായി പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മളെല്ലാ ചക്കക്കുരു ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു സവാളയാണ് നമുക്ക് വേണ്ടുന്നത്. സവാള തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. സവാളയൊക്കെ തൊലി കളയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില സവാളയിലൊക്കെ കറുത്ത പൊടി ഒക്കെ ഉണ്ടാവും. അത് ഒരുപാട് ദോഷം ചെയ്യുന്നതാണ് കേട്ടോ. അത് നന്നായി കഴുകി വൃത്തിയാക്കണം. ഒരുതരം ഫംഗസാണത്. അത് ശരീരത്തിൽ നമ്മളെ ഒരുപാട് ദോഷം ചെയ്യുന്ന ഒന്നാണ്. അത് നന്നായിട്ട് കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം കേട്ടോ. പിന്നെ വേണ്ടുന്നത് നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് വേണ്ടുന്നത്. ഇത് നന്നായി ചിരണ്ടി അതിൽ തൊലിയൊക്കെ കളഞ്ഞ് അത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച സവാള ചെറുതായി കനം കുറച്ച് അരിഞ്ഞ് എടുക്കാം. ഒരു സവാള മുഴുവനും ഇതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അരിഞ്ഞ് എടുക്കാം. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തു വെച്ചിരുന്നത്. ആ ഇഞ്ചി മുഴുവനും നമ്മളിതിലേക്ക് ചെറുതായി അരിഞ്ഞ് വളരെ ചെറിയ പീസുകളായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി അതും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടുന്നത് പച്ചമുളകാണ്. ഒരു 2 പച്ചമുളക്, ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അത് ചെറുതായി വളരെ കനം കുറച്ച് അരിഞ്ഞ് എടുക്കാം. ഇപ്പോൾ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 4 5 തണ്ട് കറിവേപ്പിലയൊക്കെ എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമുക്ക് മുറിച്ച് ഇടാം. ഇനി നമ്മൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൽ നിന്ന് നമുക്കൊരു 10-15 എണ്ണമൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതൊരു വേറെ രീതിക്ക് നമ്മൾ പക്കവട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നതാണ് കേട്ടോ. അത് നമുക്ക് കാണാം. ഇനി ഇതിലേക്ക് കുറച്ച് മതി കേട്ടോ, ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിരുമ്മി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചക്കക്കുരു നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെറുതെ നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടുന്നത്. കണ്ടോ, ഇതുപോലെ നന്നായി നമ്മൾ തേങ്ങയൊക്കെ ഒതുക്കിയെടുക്കില്ലേ, അതേപോലെ നന്നായിട്ട് പൊടിച്ച് എടുക്കാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. നമ്മൾ തേങ്ങയൊക്കെ ചിരകി എടുക്കുന്ന അതേപോലെ അല്ലേ, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് കടലമാവാണ് വേണ്ടുന്നത് കേട്ടോ. അത് ആദ്യം 2 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇനിയും കടലമാവ് ചേർക്കുന്നുണ്ട്. ഒരു 5, 6, 7 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് ഉപ്പാണ്. കുറച്ച് ഉപ്പ് മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടുന്നത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് കളറൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ വേണ്ടുന്നത് 1 ടീസ്പൂണ് മുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. മുളക് പൊടിയും ഉപ്പും ഇനിയും നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിട്ടിരിക്കുന്ന കുരുമുളക്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇതിലേക്ക് നന്നായി മിക്സായി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില, സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി നന്നായി യോജിപ്പിക്കുക. എന്നിട്ട് കുറേശ്ശെ വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കുറച്ച് മാത്രം വെള്ളം ആദ്യം ഒഴിക്കുക. പിന്നെ കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുവിധമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ വീണ്ടും ഒരു ടേബിൾ സ്പൂണ് കടലമാവ് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്.
എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ കടലമാവ് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഉപ്പും മുളക് പൊടിയും കൂടി ചേർക്കുക. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എരിവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ചേർക്കുക ആവശ്യമാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് നന്നായി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഇത് ഓരോ ബോളുകളാക്കി മാറ്റിയെടുക്കാം. ഇത് അങ്ങനെ ലൂസുള്ള മാവാക്കി എടുത്തിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിലേ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ നന്നായിട്ട് കടലപ്പൊടി അല്ലാതെ ഇതിലേക്ക് മൈദയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. ഇതിൽ കടലപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ബോൾസ് ഉണ്ടാക്കി മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനിയാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചക്കക്കുരു, ഉപ്പൊക്കെ പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന ആ ചക്കക്കുരുവിൽ നിന്ന് ഓരോ ചക്കക്കുരു എടുത്തിട്ട് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ കണ്ടോ നന്നായി പൊതിഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചക്കക്കുരു പുറത്ത് കാണാത്ത വിധം നന്നായിട്ട് പൊതിഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴിക്കുമ്പോൾ ആർക്കും അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ, ഇതിങ്ങനെ കൊടുക്കുമ്പോൾ ആർക്കും അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് കേട്ടോ. അത് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോയെന്ന് തോന്നുക. കണ്ടില്ലേ, നന്നായിട്ട് പൊതിഞ്ഞ് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഈ 2 രീതിക്ക് കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്നാലും ചിലർക്ക് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടാവുക അല്ലേ. ചിലർക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഞങ്ങൾക്ക് എന്തായാലും രണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ തീർന്നൊരു സാധനമാണിത്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക. എണ്ണ കൂടി പോവണ്ട, അത് വെറുതെ വേസ്റ്റായി പോവല്ലേ ഉള്ളൂ. ആ എണ്ണ നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പാകത്തിനുള്ള എണ്ണ മാത്രം എടുക്കുക. അത് എണ്ണ വെളിച്ചെണ്ണയോ ഏത് എണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ഏത് എണ്ണ യൂസ് ചെയ്യുന്നത് ആ എണ്ണ മാത്രം എടുത്താൽ മതിയാവും. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസുകൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളത് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 3-4 എണ്ണമൊക്കെ നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 3 എണ്ണേ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് നന്നായിട്ട് നല്ല കളർ വരുന്നത് വരെ ഇത് വേവിച്ച് എടുക്കണം. ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഉള്ളു വേവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്. കണ്ടോ, അപ്പോൾ ആയിട്ടുണ്ടായിരുന്നു. നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ ബോൾസും, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ബോൾസും നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ബോൾസും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റാണ് നമുക്കിത് കൂടി അതുപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ, അതുകൂടി നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചക്കക്കുരു പൊതിഞ്ഞ് വെച്ച ചക്കക്കുരുവിലെ ആ ബോള് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ. അത് അങ്ങനെ ലൂസായ മാവൊന്നുമല്ലല്ലോ, ഒട്ടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ. ധൈര്യമായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തിരിച്ചു മറിച്ചു വിട്ട് വേവിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ആദ്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ എല്ലാ ചക്കക്കുരും ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുകയാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള പക്കാവട ഇവിടെ റെഡി ആയിരിക്കുകയാണ് അല്ലേ. കണ്ടില്ലേ, നല്ല ചൂട് ചായൻ്റെ ഒപ്പം നല്ല ടേസ്റ്റോടെ കഴിക്കാവുന്ന പക്കവടയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് പയറ്, റവ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് വെച്ചാൽ ചെള്ള്, കീടങ്ങൾ എന്നുള്ളവയുടെയൊക്കെ ഉപദ്രവം ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.